എൻ സി ഡി യു എസ് ടിയിൽ ഒരു ഹയർ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവിൽ ഞാൻ എടുത്തൊരു ട്രേഡാണ്. സോ ഞാനിവിടെ പറയാൻ പോകുന്നത് വൈ ദിസ് ട്രേഡ്, റീസൺ ഫോർ ദ ട്രേഡ് ആൻഡ് കൺഫർമേഷൻ ഫോർ ദ ട്രേഡ്. സോ വൈ ദിസ് ട്രേഡ് എന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ആദ്യമേ നോക്കേണ്ടത് മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്നാണ്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്ച്വലി ഒരു ലോവർ ലോ ആൻഡ് ലോവർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ ലോസും തന്നെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലോയും ബ്രേക്ക് ആകുന്നുണ്ട് ആൻഡ് ഈ ലോയും ബ്രേക്ക് ആകുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ട്രേഡ് സ്പോട്ട് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ്. ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കോ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഈ ക്യാൻഡലിലെ ലോയും ആൻഡ് ഈ ക്യാൻഡലിലെ ഹൈയും ഇത് ആക്ച്വലി കണക്റ്റഡ് അല്ല. സോ ഇവിടെ ഒരു മൈനർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഒരു മൈനർ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് ഇതൊന്നും കൂടി ഒന്ന് റിഫൈൻ ചെയ്തിട്ട് എൻട്രി ചെയ്യാനായിട്ട് ഞാൻ ആക്ച്വലി ഒന്ന് ലോവർ ടൈം ഫ്രെയിമിൽ പോയി ഒരു 1 hour ടൈം ഫ്രെയിമിലോട്ടാണ് ഞാൻ സ്വിച്ച് ചെയ്തത്. സോ 1 hour ടൈം ഫ്രെയിമിൽ സ്വിച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ പ്രൈസ് ആക്ഷൻ ആണ്. ഇവിടെയും വേറെ തരത്തിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല. ബട്ട് ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു വിക്ക് ആണ്. ആൻഡ് ഈ വിക്ക് പ്രീവിയസ് ക്യാൻഡലിൽ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്കൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വിക്കായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു വിക്കിലോട്ട് പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അനുസരിച്ച് എൻട്രി എടുക്കാനായിരുന്നു പ്ലാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോയിന്റിലോട്ട് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് മാർക്കറ്റ് കാണിക്കണമെന്നും ആക്ച്വലി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. സോ ഈ ഒരു പോയിന്റിൽ പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തായിരുന്നു. സോ ടാപ്പ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് എനിക്ക് വേണമായിരുന്നു. സോ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു ക്ലീൻ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു ലോ മാത്രമാണ്. സോ ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആക്ച്വലി ട്രേഡ് എടുക്കാണ്ട് വരും. സോ ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു ലോ പ്രൈസ് ആക്ച്വലി ടേക്ക് ഔട്ട് ചെയ്തില്ല. റാദർ മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഒരു ഈക്വൽ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. സോ ഇത് ക്ലിയർ ആയിട്ട് തന്നെ ഒരു ഈക്വൽ ഹൈ ആണ് ഇവിടെ ഫോം ആയിരിക്കുന്നത്. ആൻഡ് ആ ഈക്വൽ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് ഈ ഒരു സോണിൽ വന്ന് ടാപ്പ് ചെയ്തു. സോ ഈ ഒരു സോണിൽ വന്ന് ടാപ്പ് ചെയ്തപ്പോഴേക്കും ഞാൻ കൺഫർമേഷന് വേണ്ടി 5 മിനിറ്റിലോട്ടാണ് പോയത്. സോ 5 മിനിറ്റിൽ ഈ ഒരു പോയിന്റിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ഓക്കെ, സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലീൻ ആയിട്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ ലോ ഇവിടെ സ്പോട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു സ്ട്രക്ചർ ലോ ഇവിടെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി ചെയ്യാനായിരുന്നു പ്ലാൻ. ഓക്കെ, ഇവിടെ നോക്കിയാൽ നല്ല ഇമ്പൾസീവ് ആയിട്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ ലോ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി കൺസിഡർ ചെയ്തത് ഈ ഒരു ലോ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ തന്നെ വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി ചെയ്യാനായിരുന്നു. സോ എൻ്റെ സെൽ ലിമിറ്റ് ഈ ഒരു പോയിന്റിലായിരുന്നു പോയത്. ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ ഒരു ഹൈയുടെ മേളിലായിരുന്നു പ്ലേസ് ചെയ്ത് വെച്ചത്. ഇവിടെ നിന്ന് കുറച്ച് കയറ്റിയായിരുന്നു ഞാൻ ആക്ച്വലി പ്ലേസ് ചെയ്തത്. ആൻഡ് ഞാൻ ടാർഗറ്റ് ചെയ്തത് നെക്സ്റ്റ് ലോ ആയിരുന്നു. ഈ ലോ തന്നെയായിരുന്നു എൻ്റെ ടാർഗറ്റ്. സോ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:3.23 RR ഉള്ളൊരു ട്രേഡാണ്. സോ ഇതൊരു പ്രോബ്ലി ഒരു നല്ല ട്രേഡാണ്. കാരണം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു RR ആണ് നമ്മളുടെ ഫേവറിലിരിക്കുന്നത്. ആൻഡ് ദ മാർക്കറ്റ് ഓക്കെ, സോ മാർക്കറ്റ് ടാപ്പ് ചെയ്തു ആൻഡ് ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്.